മണ്ഡലപൂജ ദിവസം അടുത്തതോടെ ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുകയാണ്. ഇന്നലെ മാത്രം 97,268 പേർ ദർശനത്തിനെത്തി. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയും മാത്രം വിർച്വൽ ക്യൂ വഴി അനുവദിക്കും. മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ധാരാളം തീർത്ഥാടകർ പുലർച്ചെ മുതൽ തന്നെ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശബരിമലയിൽ ഇന്നലെ മാത്രമല്ല 1,00,000-നോട് അടുത്ത തീർത്ഥാടകരാണ് ദർശനത്തിനായി എത്തിയത്. തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമ്പോഴും ഭക്തർക്ക് സുഖദർശനം ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ശരണപാതയിലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്ന് തീർത്ഥാടകർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. 27-നാണ് മണ്ഡലപൂജ നടക്കുക. തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് 26-ന് എത്തിച്ചേരും. 27-ന് ആണ് മണ്ഡലപൂജ നടക്കുക. ഈ 26-നും 27-നും ഇവിടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. 26-ാം തീയതി 30,000 പേർക്കും 27-ാം തീയതി 35,000 പേർക്ക് മാത്രമാണ് ദർശനം അനുവദിക്കുക. അതിൽ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനും എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ 2,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താനുള്ള അവസരം ഒരുക്കുക. ഏതായാലും സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഒരുക്കിക്കൊണ്ട് തന്നെ മണ്ഡലപൂജയ്ക്കായി ശബരിമല ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മണ്ഡലപൂജയിലേക്ക് എത്തി നിൽക്കുമ്പോഴും എടുത്തു പറയേണ്ടത് തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവരാഗ്രഹിക്കുന്ന പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ സുഖദർശനം ലഭ്യമാകുക എന്ന് തന്നെയാണ്. ആ കാര്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനൊക്കെ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സന്നിധാനത്തു നിന്ന്.